ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മത്സരങ്ങളിൽ ഒന്നാണ് ഫൈനലിസിമ. അതായത് കോപ്പ അമേരിക്ക ജേതാക്കളും അതുപോലെ തന്നെ യൂറോ കപ്പ് ജേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടുന്ന പോരാട്ടമാണ് ഫൈനലിസിമ. കഴിഞ്ഞ തവണ ഇറ്റലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കിരീടം നേടി. ഇത്തവണയും ഫൈനലിസിമക്ക് യോഗ്യത നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്ത് സ്പെയിനാണ്. ഒരു മികച്ച മത്സരം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മത്സരം നടത്താൻ ഇപ്പോൾ തീയതികൾ ലഭ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വർഷം ഫൈനലിസിമ നടക്കാൻ സാധ്യതയില്ല എന്നാണ് പ്രമുഖ മാധ്യമമായ ഒലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് കപ്പിന് 3 മാസങ്ങൾക്ക് മുന്നേ ആയിരിക്കും ഈ ഒരു ഫൈനലിസിമ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത്. അതായത് ഈ ഒരു 2025 വളരെയധികം ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഉള്ളത്. സെപ്റ്റംബർ 2025 ഇന്റർനാഷണൽ ബ്രേക്ക് വരെ അർജന്റീനയ്ക്ക് ഒഴിവില്ല. നമുക്കറിയാം ആ ഒരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഉണ്ട്. പിന്നീട് ഒക്ടോബർ 6 തീയതി മുതൽ 14 തീയതി വരെയും അതുപോലെ തന്നെ നവംബർ 10 തീയതി മുതൽ 18 തീയതി വരെയുമാണ് ഒഴിവുള്ളത്. പക്ഷേ ആ സമയത്തൊന്നും മത്സരങ്ങൾ നടത്താൻ കഴിയില്ല. കാരണം സ്പെയിനിന് അപ്പോൾ ഒഴിവുണ്ടാവില്ല. എന്തെന്നാൽ 2026 വേൾഡ് കപ്പിനുള്ള യൂറോപ്യൻ ക്വാളിഫയർ മത്സരങ്ങൾ യുവേഫ ആ സമയത്താണ് നടത്തുക. അതുകൊണ്ട് തന്നെ സ്പെയിനിന് ആ സമയത്ത് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ ഈ ഒരു ഫൈനലിസിമ നടക്കില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ 2026 മാർച്ച് മാസത്തിലായിരിക്കും ഈ ഒരു ഫൈനലിസിമ നടക്കാൻ സാധ്യത. നമുക്കറിയാം 2026 ജൂൺ മാസത്തിലാണ് വേൾഡ് കപ്പ് നടക്കുക. അതിന് മാസങ്ങൾക്ക് മുന്നേ 3 മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു ഫൈനലിസിമ നടന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ ഈ ഒരു ഫൈനലിസിമ നടത്താൻ തന്നെയായിരിക്കും ഇരു ഫെഡറേഷനുകളുടെയും തീരുമാനം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.